മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 100-ാം സങ്കീർത്തനം 1-ാം തിരുവാക്യം. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്, സകല മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളെ ഓർത്ത്, നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത്, നമ്മെ കരുതിയ ഓരോ നിമിഷത്തെ ഓർത്ത് നന്ദി പറയുവാനുള്ള സമയമാണിത്. ആനന്ദത്തോടെ ഹൃദയം തുറന്ന് കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ഈ സൃഷ്ടപ്രപഞ്ചത്തോട് ചേർന്ന് നമുക്ക് അവിടുത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ആയിരിക്കുന്നിടത്ത് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിന്റെ ആത്മാവിനാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ, കർത്താവിന്റെ തിരുച്ചോരയാൽ നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും കഴുകപ്പെടുവാൻ, നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെ മേലും പരിശുദ്ധാത്മാവ് സർവശക്തിയോടെ പരിവർത്തിക്കുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ഈ വരികൾ പാടി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ കടന്നു വരണമേ. കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മൾ ഒരുമിച്ച് പാടുന്നു. അന്ത്യകാല പ്രേക്ഷിത യേശുവിന്റെ സ്നേഹിത, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല പ്രേക്ഷിതർ യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല പ്രേക്ഷിതർ യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അവരാണ് ദൈവമക്കൾ. യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനായി. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തീരുമാനത്തോടെ എല്ലാവരും ചേർന്ന്
അന്ത്യകാല പ്രേക്ഷിതർ യേശുവിന്റെ സ്നേഹിതർ ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. അനേകം ആയിരങ്ങൾ ആത്മാവിൽ നിറയട്ടെ. അന്ത്യകാല പ്രേക്ഷിതർ യേശുവിന്റെ സ്നേഹിതർ ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. കരങ്ങൾ താഴ്ത്തിയടിച്ച് എല്ലാവരും കർത്താവേ, ഞങ്ങൾ ഉണർത്തണമേ, ഞങ്ങളെ കഴുകണമേ. ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, വിശുദ്ധീകരണത്തിന് ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ കൃപയാൽ നമ്മെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒരു കുടുംബമായി നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, എല്ലാ ശുശ്രൂഷകളിലും വന്നു നിറയണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. രോഗശാന്തികൾ നൽകണമേ. മാനസാന്തരങ്ങൾ നൽകണമേ. അനുതാപത്തിന്റെ ദൂത് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പാപശക്തികളെ നിർവീര്യമാക്കണമേ. ഈ ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന അഭിഷേകത്തെ തടയുന്ന സാത്താന്യ ശക്തികൾ യേശു നാമത്തിന്റെ അഗ്നിയാലെ കരിഞ്ഞ് ചാരമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അഭിഷേക കൃപകളാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. എല്ലാ സാത്താന്യ ആധിപത്യങ്ങളും എല്ലാ അന്ധകാര പോരുകളും പോരാട്ടങ്ങളും യേശു നാമത്തിന്റെ ശക്തിയാലെ ചിഹ്നഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇടിമിന്നൽ പോലെ അനേകം ആയിരങ്ങളിലേക്ക് സൗഖ്യത്തെ പകരണമേ, അഭിഷേകത്തെ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരമുയർത്തി ഞങ്ങൾ ആശീർവദിക്കണമേ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവമേ, നീ നൽകുന്ന ഓരോ മുന്നറിയിപ്പും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രകാരം ക്രമപ്പെടുത്തുവാൻ അവിടുത്തെ അഭിഷേകത്തിന്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മുന്നറിയിപ്പുകൾ എന്തിനു വേണ്ടി, മുന്നറിയിപ്പുകൾ എന്തിനു വേണ്ടി. ഇന്ന് അനേകരുടെ തകർച്ചകൾക്കും ദുഃഖ ദുരിതത്തിൻ്റെയും ഒരു അടിസ്ഥാന കാരണം അവർക്ക് നൽകപ്പെട്ട മുന്നറിയിപ്പുകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. ജോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. അവിടുന്ന് അവന്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു. മനുഷ്യന്റെ അഹങ്കാരം അവസാനിപ്പിക്കാനും ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുവാനുമാണ് ഇത്. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പല മുന്നറിയിപ്പുകളും എന്തിനു വേണ്ടിയാണ് നൽകുന്നത്? വ്യക്തമായി വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ അഹങ്കാരത്തെ അവസാനിപ്പിക്കുവാനും സകല ദുഷ്പ്രവർത്തികളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞ് മാനസാന്തരത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുമാണ് ദൈവം ഓരോ മുന്നറിയിപ്പിലൂടെയും നമ്മോട് സംസാരിക്കുന്നത്. മുന്നറിയിപ്പുകളൊന്നും പാടല്ല. എന്തിനാണ് മുന്നറിയിപ്പുകള്? നമ്മൾ വിശുദ്ധീകരണത്തിന്റെ ജീവിതം നയിക്കാൻ. എന്തിനാണ് മുന്നറിയിപ്പുകള്? സകല പാപങ്ങളെയും വിട്ടുകളഞ്ഞ് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുവാൻ. എന്തിനാണ് മുന്നറിയിപ്പുകള്? നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബങ്ങളെ ദൈവവചന പ്രകാരം
ക്രമപ്പെടുത്തുവാൻ, ചിട്ടപ്പെടുത്തുവാൻ, നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല. സ്വർഗം നൽകുന്ന ഓരോ മുന്നറിയിപ്പും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. അപ്പോസ്തലനായ പൗലോസ് സഭയെ അറിയിക്കുകയാണ്. ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ തിരുവാക്യം. പൂർവാധികം ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. അപ്പോൾ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് പല മുന്നറിയിപ്പുകളും നൽകി നമ്മെ നയിക്കുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ്. ഇന്ന് അനേകരുടെ തകർച്ചയ്ക്കും നാശത്തിനും നമ്മൾ അനുഭവിക്കുന്ന പല ദുഃഖ ദുരിതങ്ങളുടെയും കാരണം ഇതാണ്. പലപ്പോഴും ആവർത്തിച്ച് കർത്താവ് പല മുന്നറിയിപ്പുകളും നമുക്ക് നൽകിയിട്ടില്ലേ? എന്നാൽ ചില പാപസുഖങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ലോകം തരുന്ന സുഖഭോഗങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പലരും ആ മുന്നറിയിപ്പുകളെ നെഗ്ലക്ട് ചെയ്തു, ബോധപൂർവം ചവിട്ടിക്കളഞ്ഞു. തന്മൂലം എന്ത് സംഭവിച്ചു? അവരുടെ ജീവിതം വലിയ കെണിയിലും തകർച്ചയിലുമായി. ഇതാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. കർത്താവ് നൽകുന്ന ജ്ഞാനത്തെയും പ്രബോധനത്തെയും ആരൊക്കെ പുച്ഛിച്ച് തള്ളുന്നവോ അവരുടെ നില വളരെ ശോചനീയമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വചനം. ദൈവം എല്ലാ മനുഷ്യനായി സൃഷ്ടിക്കുകയാണ്. കർത്താവ് പറയും, തോട്ടത്തെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ പഴം നീ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നീ മരിക്കും. വ്യക്തമായ മുന്നറിയിപ്പ് ആദത്തിന് കർത്താവ് കൊടുക്കുകയാണ്, നീ മരിക്കും. എന്നാൽ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ വാക്കുകളേക്കാൾ പിശാച് പറഞ്ഞ നുണയിൽ മനുഷ്യൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തെ അവഗണിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ മനുഷ്യൻ പാപം ചെയ്യുകയാണ്. എന്ത് സംഭവിച്ചു? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. ദൈവം ആദത്തിനും ഹവ്വയ്ക്കും നൽകിയ ആ പറുദീസ് അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവത്തോടു കൂടെ നിത്യമായി വസിക്കുന്ന ഒരു അനുഭവം. കർത്താവിന്റെ കരങ്ങൾ പിടിച്ചെന്നും അവർ സന്ധ്യാസമയത്ത് ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർക്ക് പറുദീസ് അനുഭവം നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചത്? അവർ മുന്നറിയിപ്പുകളെ അവഗണിച്ചു കളഞ്ഞു. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിലോട്ട് വരിക. നോഹയുടെ ജീവിതം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? ആ തലമുറയെ കുറിച്ചുള്ള വ്യക്തമായ ആലോചനകൾ ദൈവം നോഹയ്ക്ക് പറഞ്ഞു കൊടുത്തു. ജനത്തിന്റെ പാപം അതുപോലെ പെരുകി ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് കരയുകയാണ്, വേദനിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഈ ജനത്തോട് അനുതാപത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുക, പാപമാർഗം വിട്ടുകളഞ്ഞ് മാനസാന്തരത്തിലേക്ക് വരുവാൻ അവരോട് ആവശ്യപ്പെടുക. എന്നാൽ നോഹയുടെ വാക്കുകള് ജനം പുച്ഛിച്ച് തള്ളി. അവർ നോഹയെ പരിഹസിക്കുകയാണ്. ദൈവം പറഞ്ഞു, ഈ ജനതയുടെ മേൽ ഒരു ന്യായവിധി വരാൻ പോവാണ്. ഫ്ലഡ് വരികയാണ്, ഒരു പ്രളയം വരാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞതുപോലെ നോഹ ഒരു പെട്ടകം നിർമ്മിക്കുകയാണ്. എന്ത് സംഭവിച്ചു? നോഹ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുക, പാപമാർഗങ്ങൾ വിട്ടുപേക്ഷിക്കുക. നാം ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ നശിച്ചു പോകും. എന്നാൽ ഈ സത്യങ്ങള് ആ തലമുറ അവഗണിച്ചു കളഞ്ഞു. ലോകസുഖങ്ങൾക്ക് വേണ്ടി, പാപം തരുന്ന നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി കർത്താവിന്റെ ആലോചനകളെ അവർ അവഗണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആ ജലപ്രളയത്തിൽ സകല മനുഷ്യരും, നോഹയുടെ കുടുംബം ഒഴിച്ച് ഭൂമുഖത്തുള്ള സകലരും നശിച്ചു പോവുകയാണ്.
ദൈവം നൽകുന്ന മുന്നറിയിപ്പുകള് നിങ്ങൾ സ്നേഹത്തോടെ നോക്കിക്കണ്ടേ. Hearken now to my voice and take heed. For now shall I tell thee the matter of my ദൈവം grief, നോഹയോട് and what സംസാരിക്കുന്നു. thou shalt do. വ്യക്തമായി മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഞാനിതാ ഒരു പ്രളയം അയക്കാൻ പോവുകയാണ്. For the earth is filled with violence through them. And behold, I will bring a flood of waters upon the earth to destroy all flesh, and everything that is in the earth shall die. നീ ഒരു പെട്ടകം പണിയുക. Make thee an ark of gopher wood. ദൈവം പറഞ്ഞത് നോഹ അനുസരിക്കുന്നു. അവൻ കർത്താവിനായ ഒരു പെട്ടകം പണിതു. ആ തലമുറ പാപത്തിൽ ജീവിക്കുകയാണ്. അവർ ദൈവത്തിന്റെ ആലോചന അവഗണിച്ചു കളഞ്ഞു. നിങ്ങൾ നോക്കിക്കണ്ടേ, ആരെല്ലാം മുന്നറിയിപ്പുകളെ പുച്ഛിച്ചു തള്ളിയോ അവരെല്ലാം ആ ജലപ്രളയത്തിൽ മുങ്ങിപ്പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനായ ജോബിലൂടെ ദൈവം നൽകിയ ഈ വചനം എത്ര അർത്ഥവത്താണ്. എന്തിനാ ഓരോ മുന്നറിയിപ്പും? നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുവാൻ, സകല ദുഷ്പ്രവർത്തികളെ വിട്ടുകളഞ്ഞ് നമ്മൾ വിശുദ്ധീകരണത്തിന്റെ ജീവിതം നയിക്കുവാൻ. പ്രവാചകനായ ജോഷയുടെ പുസ്തകത്തിലോട്ട് വരിക, 7-ാം അധ്യായം. ദൈവം വ്യക്തമായി മുന്നറിയിപ്പ് കൊടുത്തു ഇസ്രായേലിനെ. ജെറിക്കോ പട്ടണം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുമ്പോൾ ആ പട്ടണത്തിൽ നിന്ന് നിങ്ങളൊന്നും എടുക്കരുത്. എന്നാൽ ഈ മുന്നറിയിപ്പ് ആക്കാൻ തെറ്റിക്കുകയാണ്. അവനത് അവഗണിക്കുകയാണ്. തന്മൂലം എന്ത് സംഭവിച്ചു? ഇസ്രായേലിന് മുഴുവൻ പരാജയം സംഭവിച്ചു. ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ആഖാനും അവന്റെ കുടുംബവും എന്നേക്കുമായി നശിച്ചു പോവുകയാണ്. ആഖാന്റെയും അവന്റെ കുടുംബത്തിന്റെയും ഈ തകർച്ചയുടെ കാരണം എന്തായിരുന്നു? ദൈവം വ്യക്തമായി കൊടുത്ത മുന്നറിയിപ്പ് അവൻ അവഗണിച്ചു കളഞ്ഞു. എൻ്റെ സഹോദര സഹോദരി, നമുക്കറിയാം, നമ്മൾ കാറോടിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ട്രാഫിക് സിഗ്നൽ വന്നു. നമ്മൾ കാർ ഇങ്ങനെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഗ്രീൻ ലൈറ്റ് മാറി റെഡ് ലൈറ്റ് അവിടെ തെളിയുകയാണ്. റെഡ് ലൈറ്റ് അതൊരു വാണിംഗ് ആണ്, അതൊരു മുന്നറിയിപ്പാണ്. ട്രാഫിക് നിയമം അനുസരിച്ച് ആ മുന്നറിയിപ്പ് എന്താണ്? ആ മുന്നറിയിപ്പ് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ബ്രേക്ക് ചെയ്യേ, കാറ് അവിടെ നിർത്തുക. ആ മുന്നറിയിപ്പ് അവഗണിച്ച് ഞാൻ വീണ്ടും കാറ് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? വലിയ അപകടം സംഭവിക്കും. എൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. ഓരോ മുന്നറിയിപ്പും നമ്മെ ഓരോ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? ഈ മുന്നറിയിപ്പുകൾക്ക് അനുസൃതമായി എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തുക, എൻ്റെ കുടുംബത്തെ ഞാൻ ക്രമപ്പെടുത്തുക, എൻ്റെ ബന്ധങ്ങളെ ഞാൻ ക്രമപ്പെടുത്തുക, എൻ്റെ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളെയും ഞാൻ ക്രമപ്പെടുത്തുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വലിയ തകർച്ചകളിൽ നിബന്ധിക്കുമെന്ന് കർത്താവിന്റെ തിരുവെഴുത്ത് ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലോട്ട് വരിക, 13-ാം അധ്യായം. അവിടെ സംസന്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ്. അവന്റെ മാതാപിതാക്കളോട് കർത്താവ് അറിയിക്കും, സംസൻ അവൻ ജീവിതകാലം മുഴുവൻ എനിക്കായി വേർതിരിക്കപ്പെട്ടവനാണ്, അവൻ എനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്, അവൻ ആശീർവാദക്കാരനാണ്, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കരുത്. അവന്റെ മാതാപിതാക്കളെ വ്യക്തമായി ഈ ദൂത് കർത്താവ് അറിയിക്കുകയാണ്. അവന്റെ പേരൻസ് അവനെ പ്രകാരം തന്നെ വളർത്തി. അവർ ദൈവം തങ്ങൾക്ക് നൽകിയ കുഞ്ഞിനെ കർത്താവിനും സഭയ്ക്കുമായി സമർപ്പിച്ചു. സംസൻ വളർന്നു വലുതായി പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലെ ശക്തമായ ഉപകരണമായി സംസൻ മാറുകയാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? അവന്റെ വിശ്വാസയാത്രയിൽ, ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവ് നൽകിയ ഈ മുന്നറിയിപ്പുകൾ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഓരോ മുന്നറിയിപ്പ് നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും.
സാംസൺ എന്താ പറ്റിയത്? ദൈവഹിതത്തിന് വിരുദ്ധമായ ബന്ധങ്ങളിൽ അവൻ ഏർപ്പെടാൻ തുടങ്ങി. ജഡികമായ സുഖങ്ങൾക്ക് വേണ്ടി, ഭോഗേച്ഛകൾക്ക് വേണ്ടി ദൈവം നൽകിയ ശുശ്രൂഷയെ അവൻ ഉപയോഗിച്ചു. തന്മൂലം എന്ത് സംഭവിച്ചു? ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ തിരുവാക്യം. സാംസണെ കർത്താവ് വിട്ടുപോയി. വളരെ സങ്കടത്തോടെ നമ്മൾ വായിക്കേണ്ട ഒരു വചനമാണത്. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം സാംസൺ അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ് കർത്താവിന്റെ സാന്നിധ്യം അവന് വിട്ടുപോയത്? അവൻ മുന്നറിയിപ്പുകളെ നെഗ്ലക്ട് ചെയ്തു. പഴയ നിയമത്തിന് ഒരു പ്രമാണം മാത്രമല്ല ഇത്. പുതിയ നിയമത്തിലേക്ക് വരിക. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 48-ാമത്തെ തിരുവചനം. ഗെത്സമൻ തോട്ടത്തിലേക്ക് യുദാസിന്റെ നേതൃത്വത്തിൽ ഒരു ഗണം പടയാളികൾ കടന്നു വരികയാണ്. യുദാസ് മുന്നോട്ട് വന്ന് കർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കർത്താവ് യുദാസിനോട് ചോദിക്കും, യുദാസേ, ഒരു ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? ഇത് കർത്താവ് യുദാസിന് നൽകിയ ഒരു അവസരമായിരുന്നു. അനുദപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, അവന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കൊടുത്ത ഒരു അവസരം. എന്നാൽ ഈ മുന്നറിയിപ്പ് യൂദാസ് അവൻ ചവിട്ടിക്കളഞ്ഞു. തന്മൂലം എന്താ സംഭവിച്ചേ? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 5-ാം വചനത്തിലേക്ക്. കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ പോയില്ലെന്ന് കണ്ടപ്പോൾ കുറ്റബോധത്തിൽ യൂദാസ് പ്രധാന പുരോഹിതർ അടുത്ത് വന്നുകൊണ്ട് പറയും, നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തിരിക്കുന്നു, ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആ 30 വെള്ളി നാണയങ്ങൾ ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞ് വളരെ നിരാശിതനായി അവൻ കെട്ടിത്തൂങ്ങി ചാവുകയാണ്. ആ രംഗങ്ങള് കർത്താവ് കൊടുക്കുന്ന മുന്നറിയിപ്പും അതിനുശേഷം യൂദാസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങള് നമുക്ക് പ്രാർത്ഥനാപൂർവം നോക്കിക്കാണാം. يهوذا أهل بارناش بن الشاك. أنا لا رأسي هلو كبر إن خشب دينامتنت لنادام زكو دك ديفرات الله سباك بداك هاك أتيلو എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവം നൽകുന്ന ഓരോ മുന്നറിയിപ്പും അത് ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ചില സംഭവങ്ങളിലൂടെ ആയിരിക്കാം, ചില തകർച്ചകളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ചില പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം, നമ്മുടെ അധികാരികളിലൂടെ ആയിരിക്കാം. ദൈവം നൽകുന്ന ഓരോ വാണിങ്ങും അത് നമ്മെ ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ ബന്ധങ്ങളെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ശുശ്രൂഷകളെ, തൊഴിൽ മണ്ഡലങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ അതിലെല്ലാം വലിയ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ശക്തമായ കരം പ്രബലപ്പെടുന്നത് നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ മുൻപിലിരുന്ന് എവിടെ എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിന്റെ വിശുദ്ധി, എൻ്റെ വിശ്വാസം, എൻ്റെ വിശ്വസ്തത, എന്നിലുള്ള സ്വാർത്ഥത, അഹങ്കാരം, എന്നിലുള്ള ദുർമോഹങ്ങൾ, ഭോഗേച്ഛകള്, ഈ ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കുവാനുള്ള എൻ്റെ ആസക്തികള്,
കർത്താവ്, ഇതിൽ നിന്നെല്ലാം എനിക്കൊരു യഥാർത്ഥമായ ഡെലിവറൻസ് നൽകണമേ. കർത്താവ്, അവിടുത്തെ ചോരയാൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ വെണ്മയുള്ളവനാക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ പുതിയ പുതിയ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. നമ്മൾ വചനം കേട്ടിങ്ങനെ പോയാൽ പോരാ, തീരുമാനങ്ങൾ എടുക്കണം. സാധിക്കുന്ന എല്ലാവരും നിങ്ങൾ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിൽക്കുക. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, കരങ്ങൾ ഉയർത്തി അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഓരോ മുന്നറിയിപ്പും പാപ ജീവിതത്തെ വിട്ടുകളഞ്ഞ് മാനസാന്തരത്തിന്റെ, ദൈവകൃപയുടെ, വിശുദ്ധീകരണത്തിന്റെ ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനമാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവേ, ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനുള്ള അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചോരയാൽ നിങ്ങളെ കഴുകി ഒന്ന് കർത്താവേ, കരങ്ങൾ ഉയർത്തി ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളെ നിയോഗങ്ങള്, ഞങ്ങളെ ദുഃഖങ്ങള്, ഞങ്ങളെ സങ്കടങ്ങള്, ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിലേക്കല്ല നിന്റെ ബലമുള്ള കരങ്ങൾ നീട്ടി കർത്താവേ, അവിടെ എല്ലാം ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും അഭിഷേകവും നൽകണമേ. Anoint, anoint, anoint in Jesus' name. കർത്താവ് നൽകിയ ഈ ദൂതുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ പ്രകാരം ക്രമപ്പെടുത്തി ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന സകലതിനോടും വിട പറഞ്ഞ് വിശുദ്ധീകരണത്തിന്റെയും ദൈവകൃപയുടെയും പരിശുദ്ധാത്മ നിറവിന്റെയും ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു മുന്നറിയിപ്പുകൾ എന്തിനു വേണ്ടി. ദൈവം തരുന്ന ഓരോ മുന്നറിയിപ്പും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും നമ്മുടെ കുടുംബങ്ങളെ അപ്രകാരം ക്രമപ്പെടുത്തുവാനുള്ള തീരുമാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുത്തൻ അഭിഷേകത്തിൽ ഉണരുവാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. എല്ലാ പൈശാചിക ശക്തികളെ നിർവീര്യമാക്കണമേ. പാപരോഗ ശാപബന്ധനത്തിന്റെ പിടിയിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് സ്വരമേർത്തി വിളിക്കുന്നു, യേശുവേ. ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരണത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, സൗഖ്യത്തിന്റെ ആത്മാവായി, വിമോചനത്തിന്റെ ആത്മാവായി, ആനന്ദത്തിന്റെ ആത്മാവായി ജനലക്ഷങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നൽകുന്ന ഓരോ മുന്നറിയിപ്പും അത് സ്വന്തമാക്കി ജീവിതത്തെ അപ്രകാരം ക്രമപ്പെടുത്തുവാൻ ആവശ്യമായ ആത്മനിറവ് നൽകണമേ. നന്ദി കർത്താവേ, അങ്ങ് നൽകിയ സൗഖ്യത്തിനായി, അങ്ങ് നൽകിയ കൃപാവരങ്ങൾക്കായി, അങ്ങ് നൽകിയ വചന ബോധ്യങ്ങൾക്കായി, അങ്ങ് നിങ്ങളെ സന്ദർശിച്ചതിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് നിത്യതയുടെ പ്രത്യാശയിൽ ജീവിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വ
മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ